നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം. ബഹുദൈവാരാധനയിൽ നിന്നും പിറന്നത് ഏകേശ്വര മതങ്ങൾ മാത്രമായിരുന്നില്ല. ദ്വൈതവാദവും അതിൻ്റെ സന്തതിയായിരുന്നു. മതങ്ങൾ രണ്ട് വിരുദ്ധ ശക്തികളുടെ നന്മയും തിന്മയും പോരാട്ടമായി ജീവിതത്തെ കാണുന്നു. ഏകേശ്വരവാദത്തിൽ നിന്നും ഭിന്നമായി ദ്വൈതവാദം ഒരു സ്വതന്ത്ര ശക്തിയായിട്ടാണ് തിന്മയെ കാണുന്നത്. തിന്മ ദൈവസൃഷ്ടമോ ദൈവവിധേയമോ അല്ല. നന്മയും തിന്മയും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ യുദ്ധഭൂമിയാണ് പ്രപഞ്ചം. പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നതെല്ലാം ആ പോരാട്ടങ്ങളുടെ ഭാഗവുമാണ്. ദ്വൈതവാദം വളരെ ആകർഷണീയമായ ലോകവീക്ഷണമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മാനവചിന്തയുടെ അടിസ്ഥാന വിഷയമാണ് തിന്മയുടെ അസ്തിത്വം. എന്തുകൊണ്ടാണ് തിന്മ ലോകത്തിൽ നിലനിൽക്കുന്നത്? ദുരിതങ്ങളുടെ കാരണമെന്ത്? നല്ല മനുഷ്യർക്ക് ചീത്ത കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ട്? ഇതിനെയെല്ലാം വ്യാഖ്യാനിക്കാൻ ഏകേശ്വരവാദികൾ ബുദ്ധിപരമായ കസരത്തിൽ ഏർപ്പെടണമായിരുന്നു. സകലവും അറിയുന്ന സർവശക്തനും സമ്പൂർണനും നന്മസ്വരൂപനുമായ ദൈവം എന്തുകൊണ്ട് ഇത്രയധികം ദുരിതങ്ങൾ സംഭവിക്കാൻ അനുവദിക്കുന്നത്? മനുഷ്യർക്ക് ഇച്ഛാശക്തി പ്രയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന ദൈവസമീപനമാണ് ഇതിൻ്റെ കാരണമെന്ന വ്യാഖ്യാനമാണ് ആസ്തികരുടെ സുപരിചിതമായ നിലപാട്. തിന്മ നിലനിൽക്കുന്നില്ലെങ്കിൽ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് മനുഷ്യർക്ക് അസാധ്യമാകും. സഹജ്ഞാനത്തിൻ്റെ അഭാവമുള്ള ഈ വിശദീകരണം ഉത്തരത്തേക്കാൾ കൂടുതൽ പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. സ്വതന്ത്രമായ ഇച്ഛാശക്തിയാണ് തിന്മയെ തിരഞ്ഞെടുക്കാൻ മനുഷ്യരെ പ്രാപ്തരാക്കുന്നത്. അനേകർ തിന്മയെ തിരഞ്ഞെടുക്കുകയും